എല്ലാവർക്കും ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം മുംബൈ ഇന്ത്യൻസിനെ എഴുതിത്തള്ളിയ സമയത്താണ് ആരാധകർ കാത്തിരുന്ന ആ യഥാർത്ഥ മുംബൈ ഇന്ത്യൻസ് അവതാരമെടുത്തത്. കഴിഞ്ഞ 4 മത്സരങ്ങളിലും പരാജയത്തിന്റെ കയ്പുനീർ കുടിച്ച ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും ഈ വിജയം വെറുമൊരു ജയമല്ല, മറിച്ച് തങ്ങളെ പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെ അവരുടെ സ്വന്തം കോട്ടയിൽ ചെന്ന് 99 റൺസിന് തകർത്തെറിഞ്ഞുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ഇന്ന് വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. ഈ തകർപ്പൻ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 10ാം സ്ഥാനത്ത് കിടന്ന മുംബൈ ഒരൊറ്റ കുതിപ്പിന് 7ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. മുംബൈയുടെ ഈ ഉയർത്തെഴുന്നേൽപ്പ് IPL സീസണിനെ തന്നെ ആവേശത്തിലാക്കിയിരിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് ലഭിച്ച ഗുജറാത്ത് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ മുംബൈയെ ബാറ്റിംഗിന് അയക്കാൻ തീരുമാനിച്ചപ്പോൾ പലരും കരുതിയത് മുംബൈ തകരുമെന്നാണ്. എന്നാൽ യുവതാരം തിലക് വർമ്മയുടെ വിശ്വരൂപമാണ് പിന്നീട് മൈതാനത്ത് കണ്ടത്. വെറും 45 പന്തിൽ നിന്ന് 8 ഫോറുകളും 7 പടുകൂറ്റൻ സിക്സറുകളുമടക്കം 101 റൺസാണ് തിലക് അടിച്ചുകൂട്ടിയത്. തിലകിന്റെ കന്നി IPL സെഞ്ചുറി പിറന്ന ഈ മത്സരത്തിൽ മുംബൈയുടെ സ്കോർ ഒരു ഘട്ടത്തിൽ 160 പോലും കടക്കില്ലെന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ അവസാന 6 ഓവറിൽ തിലകും ഹാർദിക്കും ചേർന്ന് നടത്തിയ താണ്ഡവം മുംബൈയെ 5 വിക്കറ്റിന് 199 എന്ന കൂറ്റൻ സ്കോറിലെത്തിച്ചു. അവസാന 36 പന്തിൽ നിന്ന് മാത്രം മുംബൈ ബാറ്റിംഗ് നിര 96 റൺസ് വാരിക്കൂട്ടി. തിലകിന് മികച്ച പിന്തുണയുമായി നമാൻധർ 45 റൺസ് എടുത്തപ്പോൾ 6ാം വിക്കറ്റിൽ തിലക് ഹാർദിക് സഖ്യം വെറും 38 പന്തിൽ നിന്ന് 81 റൺസാണ് അടിച്ചെടുത്തത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിന് 199 റൺസ് എന്ന ലക്ഷ്യം ഹിമാലയത്തേക്കാൾ വലുതായിരുന്നു. കഴിഞ്ഞ 5 മത്സരങ്ങളിലെ വിക്കറ്റ് വരൾച്ചയ്ക്ക് ശേഷം തന്റെ സ്പെല്ലിലെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ജസ്പ്രീത് ബുംറ ഗുജറാത്തിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ടു. എന്നാൽ ഈ കളിയിലെ യഥാർത്ഥ ഹീറോ മറ്റൊരാളായിരുന്നു. ഈ സീസണിലെ തന്റെ ആദ്യ മത്സരത്തിനിറങ്ങിയ യുവ പേസർ അശ്വിനി കുമാർ 4 ഓവറിൽ വെറും 24 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റുകളാണ് പിഴുതത്. കൂട്ടിന് മിച്ചൽ സാന്റനറും ഗസൻഫറും 2 വീതം വിക്കറ്റുകൾ കൂടി എടുത്തതോടെ ഗുജറാത്ത് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയായിരുന്നു. മുംബൈ ബൌളർമാരുടെ ആക്രമണത്തിന് മുന്നിൽ ഗുജറാത്ത് ബാറ്റർമാർക്ക് ക്രീസിൽ നിൽക്കാൻ പോലും ഭയമായിരുന്നു. 15.4 ഓവറിൽ വെറും 100 റൺസിന് ഗുജറാത്ത് കൂടാരം കയറിയപ്പോൾ അത് IPL ചരിത്രത്തിലെ തന്നെ വലിയൊരു തകർച്ചയായി മാറി. വാഷിംഗ്ടൺ സുന്ദറിന്റെ 26 റൺസാണ് അവരുടെ ഉയർന്ന സ്കോർ. ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങൾ 2 അക്കം തികയ്ക്കാൻ പോലും പാടുപെട്ടു. ഡാനിഷ് മലേവർ, കൃഷ് ഭഗത് എന്നീ പുതുമുഖങ്ങളെ പരീക്ഷിച്ച മുംബൈ മാനേജ്മെന്റിന്റെ തീരുമാനം ഒട്ടും പാളിയില്ലെന്ന് ഈ വിജയം തെളിയിക്കുന്നു. മിച്ചൽ സാന്റനറുടെ കടന്നുവരവ് ടീമിന്റെ ബൌളിംഗ് കരുത്ത് ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഹാട്രിക് വിജയങ്ങളുമായി വന്ന ഗുജറാത്തിനെ നിലംപരിശാക്കി മുംബൈ വീണ്ടും പോയിന്റ് ടേബിളിൽ സജീവമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയാണിത്. പടയോട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഇനി മുംബൈയുടെ തേരോട്ടം കാണാനിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. മുംബൈ ഇന്ത്യൻസിന്റെ ഈ അവിശ്വസനീയമായ തിരിച്ചുവരവിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? തിലക് വർമ്മയുടെ ആ തകർപ്പൻ സെഞ്ചുറിയാണോ, അതോ അശ്വിനി കുമാറിന്റെയും ബുംറയുടെയും മാരക ബൌളിംഗ് ആണോ ഈ വിജയത്തിൽ നിർണായകമായത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. മുംബൈയുടെ ഈ കുതിപ്പ് പ്ലേ ഓഫ് വരെ എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള ആവേശകരമായ വിശേഷങ്ങൾക്കും കൃത്യമായ വിശകലനങ്ങൾക്കുമായി ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തിയാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.